ഹലോ സുസാമൻ, നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ആ അയൻസിന്റെ ഗോയിറ്റെ ലെവൽ എക്സാം എങ്ങനെ എഴുതാമെന്നാണ്. അപ്പൊ നമുക്ക് 4 മൊഡ്യൂൾസ് ഉണ്ട്. ആ 4 മൊഡ്യൂൾസിന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം, എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിങ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യോറൻ. ഹ്യോറൻ എന്ന് പറഞ്ഞാൽ എന്താ? ലിസണിങ് ആണ് അല്ലെ. ലിസണിങ്ങിൽ ഫസ്റ്റ് ടൈൽ എന്ന് പറയുന്നത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് നമ്മൾ ഒന്നില്ലെങ്കിൽ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ ഏതാണ് എന്ന് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ മെസ്സേജസും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നതായിരിക്കും, ഒരു കോൺവെർസേഷൻ ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? അതിനും കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കണം. ഇനി തേർഡ് ടൈൽ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ലോങ് കോൺവെർസേഷൻ ഉണ്ടാവും, അതിന്റെ ആൻസേഴ്സ് ഉണ്ടാവും. ആ ലോങ് കോൺവെർസേഷൻ കംപ്ലീറ്റ് ആയിട്ട് കേട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ ആൻസേഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യണം. അപ്പോൾ ലിസണിങ് ഇങ്ങനെ കഴിഞ്ഞു. ലിസണിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു സൂഗ്, മ്യൂണിഷനിലേക്കുള്ള സൂഗ് ഒരു എത്ര മണി, 2 മണിയൊക്കെ ആകുമ്പോൾ പോകും എന്നാണ് ഉള്ള ഒരു ന്യൂസ് ആണ് പറയണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? മ്യൂണിഷനിലേക്കുള്ള സൂഗ് എപ്പോഴാണ് പോകുന്നത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? 2 മണി എന്നുള്ള കാര്യം എഴുതാൻ പറ്റും. ഇത്ര എളുപ്പമാണ് നമ്മുടെ ലിസണിങ് എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. റീഡിംഗ് എന്ന് പറയുമ്പോൾ ലേസൺ ആണ്. ലേസൺ നമുക്ക് 25 മിനിറ്റ്സ് ആണ് അലോ ചെയ്തിട്ടുള്ളത്. ഈ 25 മിനിറ്റ്സിൽ ഹ്യോറനിലെ പോലെ തന്നെ 3 ടൈൽ നമുക്കുണ്ടാവും. ഓക്കെ. ഫസ്റ്റ് ടൈൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബേസിക് ഷോർട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ, ഷോർട്ട് സെന്റൻസ്, നോട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ്സോ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കണം. അതിനുശേഷം ആൻസർ ചെയ്യുന്നു. സെക്കൻഡ് ടൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഡിസ്ക്രിപ്ഷൻ വായിച്ചതിന് ശേഷം കറക്റ്റ് ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. തേർഡ് ടൈല് കുറച്ചുകൂടെ ലോങ് ടൈൽ ആയിരിക്കും. ലോങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വായിച്ചിട്ട് അതിനുള്ള ആൻസർ സെലക്ട് ചെയ്യണം. ഇങ്ങനെ നമുക്ക് റീഡിങ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റീഡിങ്ങിന്റെ ഒരു എക്സാമ്പിൾ എടുത്താൽ, കീനോ ഇന്ന സമയത്ത് ഓപ്പൺ ചെയ്യും, നമ്മുടെ ഫിലിം ഇന്ന സമയത്ത് തുടങ്ങും. ഇങ്ങനെ 2 സെന്റൻസ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? നമ്മുടെ ഫിലിം എപ്പോഴാണ് തുടങ്ങുക? നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? നമ്മുടെ മറ്റേ ഒരു ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഫിലിം എപ്പോഴാണ് തുടങ്ങാനുള്ള ആ ഒരു ടൈം മാത്രം എടുത്ത് എഴുതണം. ഇതാണ് എന്താ റീഡിങ്ങിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് നോക്കേണ്ടത് ഷ്രൈബൻ ആണ്. ഷ്രൈബൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റിംഗ് ആണ്. റൈറ്റിംഗിൽ നമുക്ക് 2 ടൈലാണ് ഉള്ളത്. ഫസ്റ്റ് ടൈൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരാളുടെ കുറിച്ച് എന്തെങ്കിലും ബയോഡേറ്റയോ കാര്യങ്ങളോ, അല്ലെങ്കിൽ അവരിപ്പോ എന്തെങ്കിലും ഒരു ഫാറിന് പോവാണ്, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുഞ്ഞു ചെറുപ്പത്തിലൊക്കെ എഴുതിയ പോലെ തന്നെ എന്ത് ചെയ്യും? ഒരു പാരഗ്രാഫില് കാര്യങ്ങളൊക്കെ അവരെ കുറിച്ചുള്ള എൻറ്റയർ കാര്യങ്ങൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് എന്ത് ആവശ്യം, കുറച്ച് ലൈൻസ് മിസ്സായിട്ടുണ്ടാവും. ആ മിസ്സായിട്ടുള്ളത് ഇവിടെ നിന്ന് എടുത്ത് റീപ്ലേസ് ചെയ്യണം. ഇപ്പോ ഒരു റേസിന് പോകുന്ന ഒരു കാര്യമാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ആ റേസിന് പോകുന്നതിലെ എന്തുണ്ടാവില്ല? ഡ്യൂറേഷൻ അല്ലെങ്കിൽ മെമ്പേഴ്സ് എത്ര പേരാന്നുള്ളത് ഉണ്ടാവില്ല. പക്ഷേ മുന്നത്തെ നമ്മൾക്ക് തന്നിട്ടുള്ള സെന്റൻസിൽ എന്തുണ്ടാവും? റൈസിന് ഇപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ 2 മക്കളും കൂടിയാണ് പോകുന്നത്. അപ്പൊ റൈസിന് എത്ര പേരുണ്ട്? 4 മെമ്പേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫിൽറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. മലയാളിയിലൊക്കെ മിസ്സിങ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോക്കി വായിച്ച് ചെയ്യണം. ഇതിൽ എന്ത് സ്കില്ലും കൂടിയാണ് കാണിക്കുന്നത്? റൈറ്റിംഗ് സ്കില്ലിനേക്കാളും റീഡിംഗ് സ്കില്ലാണ് എവിടെ കാണിക്കുന്നത്? റൈറ്റിംഗിന്റെ ഫസ്റ്റ് ടൈലിൽ കുറച്ചുകൂടെ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി സെക്കൻഡ് ടൈൽ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് വല്ല ലെറ്ററോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പോ ഞാൻ വോണുങ്ങ മാറിയെന്നോ, എൻ്റെ വോണുങ്ങ ഇവിടേക്ക് മാറിയെന്നോ, അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിന് വരണം എന്നോ എങ്ങാനും പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിനോ ലെറ്റർ എഴുതുന്നതായിരിക്കും. അപ്പൊ ഫ്രണ്ടിന് ലെറ്റർ എഴുതുമ്പോൾ ലീബെ ഗ്രൂസേ കാര്യങ്ങൾ കൊടുക്കണം. അതുപോലെ അത് ലീബെ പേര് വെക്കണം. അങ്ങനെയുള്ള സല്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു 30 to 40 വേർഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നമ്മുടെ ഷ്രൈബൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷ്രൈബന് 20 മിനിറ്റ്സ് ആണ് അലോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ 20 മിനിറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഷ്രൈബൻ ഈ 2 ടൈലും സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പീക്കിംഗ്, സ്പ്രഹൻ ആണ്. എങ്ങനെ സ്പ്രഹൻ അറ്റൻഡ് ചെയ്യാം? സ്പ്രഹനില് ഫസ്റ്റ് ടൈൽ എന്ന് പറഞ്ഞാൽ സിഷ് ഫോർസ്റ്റലൻ ആയിരിക്കും. സിഷ് ഫോർസ്റ്റലൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രൊഡ്യൂസ്,
നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പറയും? എൻ്റെ പേര് പറയും, എൻ്റെ ആൾട്ട് പറയും, ഏജ് പറയും, എവിടെയാണ് താമസിക്കുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, എൻ്റെ ഹോബീസ്, എൻ്റെ ഫാമിലിനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നമ്മുടെ സ്വിച്ച് ഫോസ്റ്റലൻ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടൈൽ. സെക്കൻഡ് ടൈൽ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. നമ്മുടെ പാർട്ട്ണർ ഉണ്ടാവും, നമ്മളുണ്ടാവും. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും. ആ ഫോട്ടോയുടെ ബേസിൽ നമ്മൾ അപ്പുറത്തിരിക്കുന്ന നമ്മുടെ പാർട്ട്ണറിന്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ആളെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം ആൾ നമ്മൾക്ക് അതിനുള്ള ആൻസർ തരണം. ഇതുപോലെ തന്നെ ആളും നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കി ആൾക്ക് ആൻസർ കൊടുക്കണം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈൽ. ഓക്കെ, ഇനി തേർഡ് ടൈൽ എന്ന് പറയുന്നത് റിക്വസ്റ്റിംഗ് ആയിരിക്കും. റിക്വസ്റ്റിംഗ് ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. അപ്പൊ അവിടെ നമുക്ക് ബിറ്റ് ഫ്രാഗനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? നമ്മൾ തേർഡ് ടൈല് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ 4 മൊഡ്യൂൾസിനെ കുറിച്ചും ഞാനിപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തു. ആ അയൻസിൽ എങ്ങനെയാണ് അപ്പൊ ആ അയൻസ് എക്സാം എഴുതേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഈ 4 മൊഡ്യൂൾസ് ഇങ്ങനെയായിരിക്കും നമ്മുടെ എക്സാമിന് ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ എക്സാം എഴുതണം. പിന്നെ കുറച്ചുകൂടെ എന്ത് ചെയ്യുക? കുറച്ച് നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളും ആഡ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ അയൻസ് എക്സാം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും എളുപ്പമാണ് കമ്പയർ ടു B2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പൊ ഒരു ആസ്വൈ വരെ പഠിച്ചിട്ട് ആ അയൻസിലോട്ട് നോക്കുമ്പോൾ ആ അയൻസ് ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെയാണ് എല്ലാം, അല്ലേ? നമ്മളിപ്പോ 5th എത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യമൊക്കെ നോക്കുമ്പോൾ എന്താ, അത് ഈസിയർ ആയിരുന്നില്ലേ? അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കാം. ആ അയൻസ് എന്ന് പറയുന്നത് ബേസിക് ലെവലാണ്. നമ്മൾ നമ്മുടെ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം സ്പീക്കിങ്ങിൽ നമ്മൾക്ക് വേവ് ഫ്രാഗെ അറിഞ്ഞിരിക്കണം, യാവോഡൻ ഫ്രാഗെ അറിഞ്ഞിരിക്കണം, ബിറ്റി ഫ്രാഗനെ അറിഞ്ഞിരിക്കണം, പിന്നെ സ്വിച്ച് ഫോസ്റ്റലൻ അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങൾ നമ്മുടെ സ്പീക്കിങ്ങിന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ റീഡിങ്ങിനും ലിസണിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞു പോഡ്കാസ്റ്റസും കാര്യങ്ങളും നമ്മൾ കേൾക്കുക. റീഡിങ്ങിന് മെയിൽസും നോട്ട്സും കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. അതൊരു ഹാബിറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ തന്നെ നമ്മുടെ ആ അയൻസിന്റെ എക്സാം നമുക്ക് സുഖമായിട്ട് പാസ്സാവുന്നുള്ളൂ. ഷ്രൈബൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എഴുതിയാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾക്ക് ഫസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ, ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഷ്രൈബൻ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മോർ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചൂസ് ജിനോസ് അക്കാഡമി. ഫ്ലൈ വിത്ത് യുവർ ഡ്രീംസ്.